കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ട പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. കണക്കുകൂട്ടലുകൾക്കും കാത്തിരിപ്പിനും ഇന്നൊരു ദിവസത്തെ ദൈർഘ്യം കൂടിയുണ്ട്. എല്ലാ പ്രതീക്ഷകൾക്കും നാളെ പകലോടെ വിരാമമാകും. എല്ലാ ആശങ്കകൾക്കും അവസാനമാകും. ജയമായാലും തോൽവിയായാലും അംഗീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ സെമി ഫൈനൽ തന്നെയാകും എന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയ മേൽക്കൈ തദ്ദേശത്തിലും നേടാനാകുമെന്ന ഉറച്ച വിശ്വാസം UDF ക്യാമ്പിനുണ്ട്. 2026 മൂന്നാം ഊഴത്തിനുള്ള മാൻഡേറ്റ് ആയിരിക്കും തദ്ദേശത്തിലൂടെ ലഭിക്കുന്നത് എന്ന് LDFും കണക്കുകൂട്ടുന്നു. പരമ്പരാഗതമായ ഇരു മുന്നണികൾക്കും ബദലായ പുതിയൊരു ശക്തിയായി വളർന്നു വരാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്നാണ് BJPയും NDAയും കണക്കാക്കുന്നത്. വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. ഏറ്റെടുത്ത പ്രചാരണ വിഷയങ്ങളിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലും നേടാനായ മേൽക്കൈ, ഒപ്പം സർക്കാരിനെതിരായ ശക്തമായ ജനവികാരം ഇവയെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. സർക്കാരിനും LDFിനും എതിരെ തൊടുത്തുവിട്ട രാഷ്ട്രീയ ആയുധങ്ങൾ കൃത്യമായ ലക്ഷ്യത്തിൽ തന്നെ തറച്ചു എന്ന് UDF വിലയിരുത്തുന്നു. 2026 കൃത്യമായ ഇലക്ഷൻ അജണ്ടയും ഇതിലൂടെ നിശ്ചയിക്കാനായതായി UDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 2026 കരുത്തുറ്റ സാന്നിധ്യമായി മാറാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമായി എന്നാണ് UDF ക്യാമ്പ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഭരണമാറ്റം ഉണ്ടാകുമെന്നും അതിനുള്ള നാന്ദി കുറിക്കലായി CPMന്റെ പാറ പോൽ ഉറച്ച കോട്ടകൾ പോലും ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നുമാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. സർക്കാരിന്റെ വീഴ്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു UDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വിലക്കയറ്റവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ തകർച്ചയും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച് അവയെ പ്രതിസന്ധിയിലാക്കിയതും വോട്ടായി മാറുമെന്ന് UDF കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കിയ വാർഡുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും പോലും ഇക്കുറി കടന്നുകയറാനായി എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. രാഷ്ട്രീയ വിഷയങ്ങളിലും UDF LDFനേക്കാൾ മേൽക്കൈ നേടിയെന്ന് കരുതണം. ക്ഷേമ പെൻഷൻ വോട്ടാക്കാൻ LDF ശ്രമിച്ചപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച മുൻനിർത്തിയായിരുന്നു UDFന്റെ പ്രതിരോധം. എല്ലാത്തിലുമുപരി മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഘടകകക്ഷികൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതും പരാതികളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഗുണം ചെയ്തുവെന്ന് UDF കണക്കുകൂട്ടുന്നു. രണ്ടാം ഘട്ട വോട്ടിങ്ങിന് തലേന്ന് പ്രതിപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് മറുപടി നൽകിയതും പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചതും രാഷ്ട്രീയമായി മേൽക്കൈയുണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശ്വാസം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ വസ്തുതാപരമെന്ന് പൊതുസമൂഹത്തിൽ ധാരണ ഉണ്ടാക്കാൻ ഈ വെല്ലുവിളിക്കും വസ്തുത നിരത്തലിനും സാധിച്ചുവെന്നാണ് കണക്കുകൂട്ടുന്നത്. ടീം UDF എന്ന നിലയിലെ പ്രവർത്തന തുടർച്ച എല്ലാ ജില്ലകളിലും ചെറുതല്ലാത്ത ഗുണം ചെയ്തുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ജനവിധിയെ ബാധിക്കില്ല എന്നും നേതൃത്വം ആവർത്തിക്കുന്നുണ്ട്. അതേസമയം വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് തങ്ങൾ വോട്ട് തേടിയത് എന്നും അത് വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുമെന്നും ഇടത് ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചതും അതോടൊപ്പം വീട്ടമ്മമാർക്കുള്ള 1000 രൂപ പെൻഷനും യുവാക്കൾക്കുള്ള സ്റ്റൈപ്പൻഡ് പ്രഖ്യാപനവും വോട്ടായി മാറുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. സർക്കാർ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ പരിഗണിച്ചത് എന്നും പ്രതിപക്ഷം ഉയർത്തിയ ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരണം ജനം ചവറ്റുകുട്ടയിൽ എറിഞ്ഞുവെന്നും LDFും കരുതുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒന്നും സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു UDF LDFിനെതിരെ തൊടുത്തുവിട്ട പ്രധാന രാഷ്ട്രീയ ആയുധം. എന്നാൽ ഇക്കാര്യത്തിൽ മുൻ MLA അടക്കം അറസ്റ്റിലായത് എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്താൽ സംരക്ഷിക്കില്ല എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് എന്ന് പ്രചരിപ്പിച്ച് അതിനെ തടയിടാൻ സാധിച്ചുവെന്നാണ് LDF കരുതുന്നത്. ഇത്രയൊക്കെ ഘടകങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയ തരംഗം ഉണ്ടാക്കാനായില്ല എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്ന ചർച്ചാ വിഷയമായിരുന്നുവെങ്കിലും അതൊന്നും കാര്യമായ രാഷ്ട്രീയ തരംഗം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ പോളിംഗ് ശതമാനം ഇനിയും ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണത്തെ പോലെ മലപ്പുറത്ത് ഉയർന്ന പോളിംഗ് ശതമാനമാണ്. ഇത് കഴിഞ്ഞ വർഷം UDFന് അനുകൂലമായിരുന്നു. ആ തരംഗം ഇക്കുറിയും ആവർത്തിക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും
കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറവാണ് ഇത്തവണ പോളിംഗ് എന്നത് വലിയൊരു സൂചനയാണ്. വോട്ട് ചെയ്തവരുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും പൊതുവിൽ നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലായിരിക്കും, ആരെയായിരിക്കും ബാധിക്കുക എന്നത് ഒരു ഊഹവുമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാത്തതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത്. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്നവരും രാജ്യത്തിനും സംസ്ഥാനത്തിനും പുറത്ത് പഠിക്കാൻ പോയ കുട്ടികളും പട്ടികയിലുണ്ട് എങ്കിലും വോട്ട് ചെയ്യാൻ എത്താത്തതും പോളിംഗ് നിരക്ക് കുറയാൻ കാരണമാണ്. കഴിഞ്ഞ 15 വർഷത്തെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ. ആകെയുള്ള 2.86 കോടി വോട്ടർമാരിൽ 2.11 കോടി ആളുകൾ വോട്ട് ചെയ്തപ്പോഴും പോളിംഗ് ശതമാനം 73.69% നിന്നു. 2020 കോവിഡ് കാലത്ത് സാമൂഹിക അകലം പാലിച്ചു നടത്തിയ തെരഞ്ഞെടുപ്പിൽ പോലും 75.95% പോളിംഗ്. അന്തിമ കണക്കുകളിൽ നേരിയ മാറ്റങ്ങൾ വരാമെങ്കിലും കാര്യമായ ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. വോട്ട് ചെയ്തവരിൽ തന്നെ കൂടുതലും സ്ത്രീകളാണ് എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ആകെ വോട്ട് ചെയ്തതിൽ 1.13 കോടി സ്ത്രീകളും 98.15 ലക്ഷം പേർ പുരുഷന്മാരുമാണ്. 2020 അപേക്ഷിച്ച് വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണം 2.25 ലക്ഷത്തോളമാണ് കുറഞ്ഞത്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ പോളിംഗ് നിരക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു. 70.91% പോളിംഗ്. 2020 അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ ഇക്കുറി പോളിംഗ് കുറഞ്ഞുവെങ്കിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 2020 വടക്കൻ ജില്ലകളിലാകെ ശരാശരി പോളിംഗ് 77.89%. ഇത്തവണ 76.8%. ജില്ലകളിൽ ഇത്തവണയും ഏറ്റവും കുറവ് പോളിംഗ് എന്നത് പത്തനംതിട്ട നിലനിർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന റെക്കോർഡ് വയനാടും നിലനിർത്തി. കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് തിരുവനന്തപുരത്താണ്, 58.29%. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരിൽ രേഖപ്പെടുത്തി. എന്തായാലും ശനിയാഴ്ച വരെ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പാണ്. ഇനി മണിക്കൂറുകൾ മാത്രം.